രണ്ട് കൈയും വിട്ട് ആടാൻ പറ്റുമോ? ആട് പോടാന്നാ പാടാണെന്ന്. ഉത്സവമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വയ്യായിരുന്നാ? കണ്ടതേ ഇല്ലല്ലേ? പോയില്ലേ? ആദ്യത്തെ ദിവസം അമ്പലത്തിൽ പോയി പിരിവൊക്കെ കൊടുത്ത് തൊഴുതിട്ടൊക്കെ വന്നു. എവിടെയും കൊണ്ടുപോയി. അന്ന് നീ കണ്ടില്ലേ? പിറ്റൊന്നും പോയി വെളിവുള്ളതൊക്കെ ഇവിടെ കയറ്റി വിളവെടുക്കാൻ വരുന്നോ? കൊല നേരെ കുടുംബ വീട്ടിൽ വന്നു കേട്ടോ. നമ്മൾ വാഴക്കുലയൊക്കെ വിളഞ്ഞ് ഒടിഞ്ഞു വീണു. അത് എടുക്കാനായിട്ട് വന്നോ. മമ്മേ മമ്മേ ഇതിൽ പൂവായത് പേരറിഞ്ഞൂടെ. നല്ല പൂ. ഇത് ആ കൊലയല്ലേ അന്ന് നമ്മൾ കണ്ട മുതുക്ക് കൊലയാണ് കേട്ടോ. ഇത് ഉള്ളതിൽ ഏറ്റവും വലിയ കൊല ഇതാ. പഴുത്തെന്ന് തോന്നുന്നത്. അയ്യോ ഭയങ്കര വെയിറ്റ് അത്. തല തല ആ അയ്യോ ഏറ്റ കൊല കേട്ടാ. അയ്യോ ഒരെണ്ണം പോയ ചേട്ടാ. ഇവിടെ പഴുത്തടേ പഴുത്ത് ഇറന്ന് വീഴുന്നു. പക്ഷേ അറിഞ്ഞില്ലേ ചേച്ചാ? ഓച്ചോ നോക്കിയ കൈസ് പഴം നല്ല മധുരം. അതാരെ പോലെ ഞാൻ നട്ടതാ? മണ്ട പോയാ വെട്ടിക്കളഞ്ഞ? ഏതാ? എന്റെ വാഴ കേടായോ? ഇനി മേല ഒരു സാധനം ഞാൻ എന്റെ കൈ കൊണ്ട് ഞാൻ നടത്തില്ല. നിർത്തി. ഇത്രയും വലിയ കൊല. കുടുംബ വീട്ടിൽ പോയി വാഴക്കൊലയും വെട്ടിക്കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ കുളിച്ച് റെഡിയായിട്ട് നമ്മൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോവുകയാണ് സുഹൃത്തുക്കളെ. അല്ലേ? അവിടെ എന്താ സ്പെഷ്യൽ? അവിടെ നീ പറഞ്ഞ അവിടെ ലൈറ്റ് ഒക്കെ ഉണ്ടെന്ന്. അതെ ഗൈസ്, അപ്പൊ അവിടെ ലൈറ്റ് ഒക്കെ ഫുൾ ഓൺ ആക്കിയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട്. അപ്പൊ അതൊന്ന് പോയി കാണാന്ന് വിചാരിച്ചു. അപ്പോ ശ്രീ പത്മനാഭ, എനിക്ക് എപ്പോഴും ആ പേര് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊച്ചു ബാഗ് ഇതുവരെ മേടിച്ചില്ല. ഇതൊരു ചെറിയ ബാഗ്. ഇത് ആര് മേടിച്ചെന്ന ബാഗ്? ഇത് 100 രൂപ. അമ്മ മേടിച്ചതാ? ഓ, അമ്മ ഉത്സവപ്പറമ്പിൽ നിന്ന് മേടിച്ച ബാഗ് കേട്ടോ. അത് മാച്ചിങ് ഉണ്ട് ഇതുമായിട്ട്. അച്ഛാ 10 മണി വരെ ഉള്ളു കേട്ടാ. 10 മണി വരെ ഉള്ളു. അതിനു മുമ്പേ എത്തിയാലേ കാണാൻ പറ്റും, അല്ലെങ്കിൽ അണയ്ക്ക് മൊത്തത്തിൽ. ശ്രീ പത്മനാഭ എപ്പോഴും തെറ്റിപ്പോകുന്നത്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. പത്മനാഭ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. അളി ഒന്ന് പറഞ്ഞാണ് തെറ്റാതെ. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. അറിയോ, ലോകത്തിലെ ഏറ്റവും ധനം ഉള്ള അമ്പലമാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം. അളിയെ നമ്മളൊരു കൊല വെട്ടിക്കൊണ്ട് വന്നു, കണ്ടായിരുന്നാ? മുതുക്ക് ഒരു വാഴക്കൊല. വേണ്ടേ ഒരു 8 അടി വരും. ഇത്ര റോബർട്ട് റോബസ്റ്റ് കൊല. ആ ഇന്ന് മൊത്തം വെള്ളിയാന്നല്ല ചാ എനിക്ക്. റോബർട്ട് അല്ല, റോബസ്റ്റ് കൊല. പ്രാവശ്യം പൊങ്കാലയ്ക്ക് ഉണ്ടേ. എല്ലാവർക്കും ഇന്ന് വെള്ളി ദിനമാണല്ലോ. നമ്മ പൊങ്കാലയ്ക്ക് ഉണ്ടേ. എന്നാ പൊങ്കാല? അടുത്ത മാസം ജനുവരി ഫെബ്രുവരി മാർച്ചിലാന്ന് തോന്നുന്നു. മാർച്ചില്. ഓ, കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പൊങ്കാലയ്ക്ക് സൂപ്പർ ആയിരുന്നു. നമുക്ക് ഇപ്രാവശ്യം അവിടെ തന്നെ പോയാൽ മതി. അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഒരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം പാർട്ടി കാണാൻ പോവാം. അതെ, പാർട്ടി കാണാൻ പോവാം. അമ്മയ്ക്ക് ഇത് കാലിന്റെ ഇതൊക്കെ എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ട് കാലിന് ചെറിയ വേദന കേട്ടോ. നീ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് പോണം. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടല്ലേ? ഓ, കിടക്കയില്ല ഇഷ്ടം പോലെ ഇവിടെ. അച്ഛൻ രാവിലെ തൊട്ട് ഇട്ടോണ്ട് പോച്ചാ. ലിപ്സ്റ്റിക് തോനെ ഉണ്ട് വീട്ടില്. ഫൗണ്ടേഷൻ വെച്ച് സ്റ്റോക്ക് ക്രീം പ്ലസ് ഫേസറോ ഒക്കെ ഇട്ടിട്ട് പോയാൽ മതി. ചുമ്മാ ഗ്ലോ ആയിരിക്കും. അച്ഛാ, ഞാൻ മെനങ്ങാന്നൊരു സ്വപ്നം കണ്ടച്ചാ. അച്ഛനാ കേട്ടാ, ഞാൻ പറഞ്ഞ ഇത് കോമഡി ആയിട്ട് തോന്നുന്നു എനിക്കറിയത്തില്ല, പക്ഷെ ഭയങ്കര സീരിയസ് ആയിരുന്നു കേട്ടാച്ചാ. അച്ഛനും
അച്ഛനും ഞാനും കൂടെ ചടയങ്കലം ജംഗ്ഷനിലേക്ക് വന്നേ. അപ്പോഴത്തേനും ഒരു റോഡ് പണി എന്തോ നടക്കുക. അപ്പൊ ഒരു പുള്ളിക്കാരൻ ഇച്ചിരി പ്രായമുള്ളൊരു പുള്ളിയാ. അങ്ങനെ അച്ഛന്റെ നമ്മുടെ JCBന്റെ ഫ്രണ്ടിൽ കിടക്കുക ഈ പിക്കപ്പ്. അച്ഛൻ അകത്ത് കൊണ്ടുവച്ച് ഇടിച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ച അച്ഛൻ കണ്ടില്ലെന്ന് ഈ പുള്ളീനെ. അങ്ങനെ ഞാൻ അച്ഛനോട് തോന്നുന്നു അച്ഛൻ അതോ വണ്ടിക്കകത്ത് അവിടെ ഇടിച്ച് ബാക്കിലോട്ട് മാറ്റായി. അച്ഛൻ പറയാനില്ല അയ്യോ ആണോ എന്ന് പറഞ്ഞിട്ട് നീ അവിടെ മാറിയിരിക്കുന്നു പറഞ്ഞിട്ട് ഇയാളെ മൊത്തത്തിൽ ഇടിച്ച് കുത്തി പൊക്കിയ മറ്റേ ചടങ്ങത്തെ ആ കുളത്തി എടുത്തോളാം മറ്റേ അമ്പലക്കുളത്തി. ഞാൻ വരത്തില്ല അച്ഛൻ്റെ കൂടെ. എന്നിട്ട് ഇങ്ങനെ എടുത്ത് കളഞ്ഞത് പുള്ളി ഡെഡായി. എന്നിട്ട് അങ്ങനെ കിടക്കുക കുളത്തി. ഡെഡായി. അതിപ്പോ എനിക്കിപ്പൊ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ? സ്വപ്നം കാണൂല്ലേ? സ്വപ്ന. അങ്ങനെ എന്നിട്ട് ഞാൻ എന്തിനാന്നറിയാവോ, അച്ഛൻ വണ്ടി ഇരിക്കുക. അപ്പൊ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നു. ഞാൻ എന്തെന്നറിയോ, ഞാൻ ഓടി. ഞാൻ ഓടി. എനിക്കറിയാം നീ ഓടും. ഞാൻ ഇറങ്ങി ഓടി. കാരണം എന്തോ അച്ഛനതിരിക്കുക. അച്ഛൻ ഇറങ്ങി ഓടുന്നില്ല. എനിക്ക് പേടിയായി. ഞാൻ ഓടി എവിടെയോ ഓടി കുന്നിന്റെ വണ്ടയിലോ എവിടെ കാണ്ടായി. അപ്പൊ നോക്കുന്നത് കുറെ പാർട്ടിക്കാരും അവരും ഇവരൊക്കെ കൊടിയൊക്കെ പിടിച്ചു വരുന്നത്. അച്ഛൻ അതിന്റെ ഫ്രണ്ട് മുണ്ട തക്കോടിയൊക്കെ മടക്കി കൊടുത്ത് അച്ഛൻ ഫ്രണ്ട് വെച്ചു കൊടുക്കുന്നില്ല. അത് വേണ്ടി വാടാ ഓടിക്കോടാ പറഞ്ഞോണ്ട് ഞാനും അച്ഛനൂടെ ഓട്ടം. ഇതാ ഞാൻ കണ്ടത്. എന്തോ നമ്മൾ എന്തര ഉണ്ടായിരുന്നല്ലേ സ്വപ്നങ്ങളുടെ തലയ്ക്കുന്ന ദിവസം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ കണ്ടിട്ടായിരിക്കും. നീ എന്താ തലയ്ക്കും പേട്ട കഴിഞ്ഞിട്ട് മകരോട് കഴിഞ്ഞിട്ട് വന്ന് എന്റെ അടുത്ത് പറഞ്ഞില്ലേ? ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ട്. പക്ഷെ ഭയങ്കര ബാഡായിരുന്നു കേട്ടാ. ഞാൻ ഇപ്പൊ കോമഡി ആയിട്ട് പറഞ്ഞെങ്കിൽ ഭയങ്കര ബാഡായിരുന്നു. ചില സ്വപ്നമൊക്കെ നമ്മൾ കാണാൻ നല്ല രസമോ. ചില സ്വപ്നം നമ്മൾ മറന്നു പോകും, ചിലത് മറന്നും പോകത്തില്ല. നല്ല ഓർമ്മയുണ്ടായിരുന്നു എനിക്ക്. അച്ഛ തക്കോടി പൊക്കി ഓടുന്ന ഓട്ടം, അതായിരുന്നു ഹൈലൈറ്റ്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ ടു ട്രിവാൻഡ്രം. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഭയങ്കര തിരക്കല്ലേമ്മ? ഇതെന്തോ 6 വർഷത്തിൽ മാത്രം തെളിയിക്കുന്ന ലൈറ്റാ. അങ്ങനെ എന്തൊക്കെ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. ദീപം ലൈറ്റ് അല്ലേ? വിളക്കാണാ എന്തോ അങ്ങനെ എന്തോ പറയുന്നത് അറിയത്തില്ലേ? നമ്മളെ വിളിച്ചോണ്ട് വന്നു. അത് ലൈറ്റ് ഇടുന്നത് മാത്രമേ എനിക്കറിയൂ. അത് ദീപമാണോ? ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടാ. നമ്മള് വീട്ടിൽ നിന്ന് എനിക്ക് 7 മണി 7:30 ആയപ്പോ ഇറങ്ങിയില്ലേ ചാ? 7:30 ഇറങ്ങിയിട്ട് ഇപ്പൊ 9:30 ആയി കേട്ടോ. നല്ല ട്രാഫിക് ആയിരുന്നു. ഞാൻ വണ്ടിക്കകത്തിറന്ന് ഉറങ്ങുകയും ചെയ്തു. അതില് പൂവണ്ട മറ്റേ കടലാസിന്റെ വേറൊരു സീസൺ, ബോഗൻവില്ല എന്ന് പറയുന്നത് ഈ പൂര്. ഇതിന്റെ സീസൺ നമ്മുടെ വീട്ടിൽ ഉണ്ടോ? നമ്മുടെ വീട്ടിൽ വെള്ള കളറുള്ള വെള്ളമുണ്ട്. ഭയങ്കര തിരക്ക് കേട്ടോ. ഒന്ന് ക്രോസ് ചെയ്യാൻ തേഞ്ഞാടേ. ലൈറ്റ് ഓഫ് ചെയ്ത് ലൈറ്റ് ഓഫ് ആക്കിയില്ല. പക്ഷെ ഭയങ്കര രസമായിരുന്നു കാണാൻ. അച്ഛൻ മുണ്ട കൊടുത്ത് സെറ്റായി. ഇവിടെ ലൈറ്റില്ല അഴിച്ചു പറക്കുന്നത്. ഇത് കാണാൻ പോകുന്നതല്ലേ? ഞാനങ്ങ് സെറ്റായി പോയി. അച്ഛൻ തോണ്ട അവിടുത്തെ ആ ലൈറ്റ് ഒക്കെ കൊടുത്തോണ്ടേ, സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ കൊണ്ടുതോണ്ടേ. അയ്യോ, നമുക്ക് ബോളിയും പൈസ തന്നെ അച്ഛാ. അച്ഛന്റെ വിഷമം ഞാൻ മാറ്റി തരാം. നമ്മൾ ബോളി മേടിക്കാനായിട്ട് വന്നത്, പക്ഷെ ബോളി ഇല്ല. ബോളി ഉണ്ട് പക്ഷെ പായസം ഇല്ല. ഒരു ലഡു മേടിക്കാം. ഇവിടെ ഒത്തിരി ഐറ്റം ഉണ്ട് കേട്ടോ. ഇത് മറ്റേ പഴം വെച്ചിട്ടുള്ള എന്തോ സാധനമാണെന്ന് തോന്നുന്നു. കൊള്ളാമ ചേച്ചി? ഇത് കൊടു. ഇത് പാവയ്ക്കല്ലേ? പോക്കിരി രാജ പോക്കിരി രാജ. ഇന്ന് അച്ഛൻ മാത്രമേ മുണ്ടെടുത്ത് ലുലു വന്നുള്ളൂ. അത് താത്തിട്ട് 2-3 നിലയുള്ളതാ ഈ ലുലു മാള്. മുണ്ട് സൂക്ഷിച്ചോ, അത് കുരുങ്ങിയ ആകെ വിഷയമാവും. അത് പൊക്കാതെ അത് താത്തിരുത്. എല്ലാരും താഴെ മലയാളത്തിൽ പറഞ്ഞിട്ട് പൊക്കുന്നു. കൊച്ചതാന്ന് തോന്നുന്നു കരയുന്ന. പേടിച്ചെന്തോ പേടിച്ച്. ഇന്ന് അച്ഛന്റെ ദനമായിട്ടോ. ബാജ കണ്ട് ഇതുവഴി നേരെ പോയിട്ട് ലെഫ്റ്റിലാണ് ഹൈപ്പർ മാർക്കറ്റ്. അച്ഛൻ ഹൈപ്പർ ഇതിനകത്ത് വന്നിട്ടുണ്ടോ? അച്ഛൻ വന്നിട്ടില്ല. ഇല്ല, അച്ഛൻ കേറിയിട്ടില്ല. അച്ഛാ ഇല്ലെന്ന് പറഞ്ഞപ്പോ വേറെ ആരുടെ കൂടെ ആയിരിക്കും വന്ന. നമ്മൾ ഇതുവരെ അച്ഛനെ കൊണ്ട് വന്നിട്ടില്ല ഇതിനകത്ത്.
അച്ഛന് എന്തെങ്കിലും സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഐറ്റംസ് വേണോ അച്ഛാ? ആ സൈഡിലൊക്കെ മറ്റേ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഏതെങ്കിലും വേണോ? ഞാൻ യൂസ് ചെയ്യാറില്ല. ഓ, നാച്ചുറൽ ഗ്ലോ. ഇത്രയും വലിയ വേസ്റ്റ് ആണ് അത്. നമുക്ക് കോൾഗേറ്റിന്റെ വലുത് നമ്മള് KP നമ്പൂരി, നമ്മളത് വിട്ടൊരു കളിയില്ല. അതെ അതെ. ഇവിടെ കയറിയ പെട്ടെന്ന് സമയം പോകും, ഭയങ്കര നേരം പോക്കാ. ആശീർവാദിന്റെ ആട്ട പാക്കറ്റ് എല്ലാം ബഡാ പാക്കറ്റ്സ് ആണ് മൊത്തം. അച്ഛൻ എല്ലാം കണ്ട് അത്ഭുതപ്പെടുക കേട്ടോ. ആദ്യമായിട്ടാ ലുലു മാളില്. എന്റെ അച്ഛൻ ആദ്യമായിട്ടാണ് ലുലു മാളി, അതുകൊണ്ട് എല്ലാം കണ്ട് അത്ഭുതപ്പെടുകയുള്ളു. ഞാനിത് പഠിച്ചല്ലോ. എന്നെ ഇന്ന് അണക്കാനുള്ള ദിവസം. എന്നെ അമ്പലം കാണില്ല, ലൈറ്റ് ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ തന്നെ എന്തോരം ലൈറ്റ് നോക്കിയേ മണ്ടലോട്ട്. പോരാ തന്നെ അച്ഛന്റെ തലയിൽ പിടിക്കുന്ന ലൈറ്റ്. വാ, ഇനി ഇറച്ചി പിടിക്കാം. അതുകൊണ്ട് അവിടെയാണ് ചിക്കനൊക്കെ ഉള്ളത്. കോഴി ഐറ്റംസ് എല്ലാം അവിടെ. ആടുണ്ട് അച്ഛതേണ്ടേ 7,900 രൂപ ആട്. മുയൽ അപ്പുറത്താണ്. റാബിറ്റ്. പുള്ളി ഒന്ന് വേറെന്തോ ഏതോ ലോകത്താന്ന് തോന്നുന്നു. പുള്ളി വീട്ടിൽ നിന്ന് എന്തോ പിണങ്ങി വന്നേക്കോ. ഞാനങ്ങ് അളിഞ്ഞടേ. ഞാൻ ചോദിച്ചിട്ട് പുള്ളി ഒന്നും മിണ്ടിയില്ലമ്മ. എല്ലാം നമുക്ക് വെട്ടി എല്ലാം കഴുകി വെച്ചേക്കോ, വൃത്തിയാക്കുക. കൊണ്ടുപോയി കറി വെച്ചങ്ങ് തിന്നാൽ മതി. അവിടെ പറഞ്ഞാൽ അവർ വെച്ചും തരും. അച്ഛൻ ബുദ്ധിയൊക്കെ ചേർക്കാം. റാബിറ്റ് കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് ചിക്കൻ മേടിച്ചു. നാളെ നമുക്ക് ഇൻഫ്യൂസ്ഡ് ചിക്കൻ അടിക്കാം വീട്ടിൽ. പിന്നെ ചിക്കൻ മേടിച്ചു. അമ്മ എന്ത് ഒരു കൊച്ചല്ലേ ഇത്? ഹായ്, മേടിച്ചാ? അമ്മ ഉണക്കമീൻ മേടിച്ച കേട്ടോ. ഇതെന്തൊരു മീനമ്മ ഇത്? മാനത്തണ്ണിയാ? നന്ദനോ? മാനത്തണ്ണി. ഇത് മാനത്തണ്ണി അളേ. പണ്ട് ഞാൻ കൊച്ചിലെ മാനത്തണ്ണിയെ പൊരിച്ച് തിന്നിട്ടുണ്ടല്ലേ, തോട്ടിന്ന് പിടിച്ചോണ്ട് വന്ന്. മാൻ വിസസ് വൈൽഡാന്ന് ഞാൻ. അമ്മ അത് ഞാൻ പൊരിച്ചു. മാൻ വിസസ് വൈൽഡ്. മീനൊക്കെ ഫ്രഷ് മീൻ കേട്ടോ. ചാളയൊക്കെ ഇരിക്കും നോക്കും. ഇടില്ല ചാള. അമ്മ നല്ല ചാളയമ്മ. ചാള നല്ല ചാള. 1 കിലോ ചാളയും കൂടെ മേടിക്കും കേട്ടോ. അത് വേറെ കളിയാ. നല്ല ചാള കേട്ടോ. അല്ല, നല്ല ചാളക്ക് സ്മെല്ല് വരത്തില്ല അളിയ. അത് സ്മെല്ല് എടുക്കൂല കണ്ടോ. അത് ഫുള്ള് പാക്ക് ചെയ്ത് സീൽ ചെയ്ത് പോടേ. പറ, നമ്മൾ എന്തൊക്കെ മേടിച്ച്? ഡ്രൈ ഫിഷ്, ദെൻ ചാള, ദെൻ ചിക്കൻ, ഫുൾ ചിക്കൻ, സ്കിൻഡ് ചിക്കൻ. ഐസ്ക്രീം വേണോ അച്ഛാ? ഐസ്ക്രീം വേണോ അച്ഛന്? ഇവിടെ മറ്റേ ഇതിനെ കപ്പിനകത്താക്കി തരും. കപ്പ് തിന്നേ ചെയ്യാം. ഇത് ഇവിടെ മാത്രമല്ല വെറൈറ്റി. അവിടെ രസണ്ടാ. കോപ്പിളിക്കണം. സ്ട്രോബെറിയാ? മിൽക്ക്. ഞാൻ എന്താ ഇട്ടേക്കുന്ന? കൊള്ളാം. എനിക്ക് ചെയ്യാനൊക്കെ പറ്റും. നോക്കിയോ, അങ്ങനെ കഥകളി കളിക്കാനല്ല പറഞ്ഞേ. കാണിച്ചോണ്ടിരിക്കുക. അച്ഛനാണോ പറ്റുമോ അങ്ങനെ ചെവിയാനൊക്കെ പറ്റുമോ? ഏകദേശം നമ്മള് ഫുഡ് കഴിക്കാനായിട്ടങ്ങ് കയറി കേട്ടോ. നമ്മള് ഒരു ഫ്രൈഡ് ചിക്കൻ പറഞ്ഞു. കുറെ നാളായി ഫ്രൈഡ് ചിക്കൻ കഴിച്ചിട്ട്. ഇന്ന് സത്യത്തിൽ ഇന്ന് ഒരു ഫ്ലോപ്പ് ഡേ ആയിരുന്നു. മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയതാ. പിന്നെ ഞാൻ മാനേജ് ചെയ്ത് സെറ്റാക്കി. ഇല്ല ചാ, എങ്ങോട്ടമ്മ കഴിച്ചിട്ട് വരാം. എന്റെ 90s പാട്ടാ ഇതൊക്കെ. തലേ കൂടെ കുറച്ചോളാം.
മുന്നില പോലൊരു പൂത്താലി ഞാനന്നു കഴുത്തിൽ ചാത്തിയിലേ. ബസ്സിലൊക്കെ പിള്ളേര് പൈമാരുമാണ് കേട്ടോ. വൈബാക്കാം. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ വീടെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു ഇത് മൊത്തത്തിലുള്ള ഒരു തേപ്പെന്തിരി എന്തിരി തേഞ്ഞത് അമ്പലത്തിൽ കൊണ്ടുപോകാൻ ലൈറ്റ് മറിഞ്ഞു നടക്കുന്നൊക്കെ പറഞ്ഞത്. അതിപ്പോ അവിടെ നിർത്തി വെച്ചതിന് ഞാൻ എന്തിരി ചെയ്യാൻ പറ്റും? ഞാൻ അറിഞ്ഞ അതാ ഫ്ലോപ്പ് ആയത്. ഞാൻ ലുലു മാളിൽ പോയില്ലേ അച്ഛൻ. ഇത് ഹൈപ്പർ മാർക്കറ്റ് അത് കണ്ടില്ലേ? ഇത് ലുലു. പിന്നെ അച്ഛൻ ഇതുവരെ പോയിട്ടില്ല. ഞങ്ങൾ ഒരിക്കൽ നമ്മളവിടെ പോയി ഫുഡ് മേടിച്ചിട്ട് മേലെ വിട്ട് വെച്ച് കഴിച്ചായിരുന്നു. ആ പണ്ടല്ലേ? ഓ ശരിയാ. മറ്റേ ചിക്കൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അങ്ങോട്ടൊന്നും പോയിട്ടില്ല. ഫുഡ് മേടിക്കുന്നിടത്ത് വരെ പോയി അവിടെ നിന്ന് ഫുഡ് മേടിച്ച് നമ്മള് മേലെ വിട്ട് വെച്ച് കഴിച്ചായിരുന്നു. അതുകൊണ്ടാ പോയെന്ന് പറഞ്ഞു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് അത് തേഞ്ഞതായിരുന്നു. അതും തേഞ്ഞു. അത് കുഴപ്പമില്ലായിരുന്നു. ആർക്ക്? എനിക്ക്. ആളി അത് കൊള്ളത്തില്ലായിരുന്നാ? ഇന്നത്തെ ട്രിപ്പ് ഫുള്ള് തേഞ്ഞ്. പക്ഷെ അത് ഫണ്ണല്ലായിരുന്നു വെച്ചാ. ഫണ്ണായിരുന്നല്ലോ ഒരു. ആർക്ക്? അത് നിനക്ക്. എനിക്ക് എന്റെ പറ്റില്ല. എനിക്കിന്ന് തേഞ്ഞ ഡേ ആയിരുന്നു. പിന്നെ നമ്മളിതുവരെ ഞാൻ ഇങ്ങനെ രാത്രി ഇങ്ങനെ പോയിട്ടില്ലല്ലോ അവിടെ. എവിടെ? ക്ഷേത്രത്തില്. അത് പെട്ടെന്ന് അത് പെട്ടെന്നൊക്കെ ആക്കി. എനിക്ക് ഉറക്കം പത്മനാഭസ്വാമി ക്ഷേത്രം. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലേ? ചെറിയൊരു കുഴപ്പമില്ല. പത്മനാഭ പോടെ. എനിക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ പത്മനാഭ സ്റ്റോപ്പ് പത്മനാഭ അങ്ങനെ പത്മനാഭ സ്വാമി ക്ഷേത്രം. ഒന്നുകൂടെ പറഞ്ഞോളി. അതിങ്ങനെ പറഞ്ഞോളൂ. അവിടുത്തെ ലൈറ്റ് ഇല്ലായിരുന്നു കേട്ടോ. അത് ഇന്നലെ കഴിഞ്ഞായിരുന്നു. നമ്മൾ ചെന്നപ്പോഴത്തേനും അവിടെ ലൈറ്റ് ഒക്കെ അഴിച്ചു പെറുക്കുമായിരുന്നു. എവിടുത്തെ? ക്ഷേത്രത്തിലെ. അടുത്ത നമുക്ക് നേരത്തെ പോകും. അതിന് 6 വർഷം കഴിയണം. ഏകദേശം എന്തായാലും അത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.